റിക്രൂട്ട്മെൻറ്റിൽ ആളുകൾക്ക് ഏറ്റവും പേടി ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. ഇൻ്റർവ്യൂ പേടി ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. എങ്ങനെയാണ് ഈ പേടി മറികടക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളും ലോജിക്കലുമായിട്ടുള്ള 2 കാര്യങ്ങൾ പറയാം. വലിയ മായമോ മന്ത്രമോ ഒന്നുമല്ല, 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്നാമത്തെ കാര്യം, മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യുക. ഒരു ഇൻ്റർവ്യൂവിനെ നമ്മൾ പലപ്പോഴും പരീക്ഷയായിട്ടാണ് കാണുന്നത്. കുറേ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ അതിൻ്റെ ശരിയുത്തരങ്ങൾ നൽകുക. ഒരു വൈവ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു അതുപോലെ. ഒരിക്കലും ആ തരത്തിലല്ല ഇൻ്റർവ്യൂവിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും ഒരു അപ്പർ ഹാൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അധ്യാപകൻ പെരുമാറുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അധ്യാപിക പെരുമാറുന്നത് പോലെയൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവർ പെരുമാറിയെന്ന് വരാം. പക്ഷേ അത് കംപ്ലീറ്റ്ലി ആ തരത്തിലല്ല. അതൊരു കോൺവെർസേഷനാണ്. നമ്മളൊരു ഡിസ്കഷന് വേണ്ടി ചെല്ലുന്ന ഒരു രീതിയിൽ അങ്ങോട്ട് ചെല്ലുക. എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾക്കെതിരെ ഇരിക്കുന്ന ആൾക്ക് അതിനപ്പുറം കോൺഫിഡൻ്റ് ആവാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എതിർവശത്തിരിക്കുന്ന റിക്രൂട്ടേഴ്സ് എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളും കോൺഫിഡൻ്റ് ആയിരിക്കുക, കാമായിരിക്കുക. കാരണം ഇറ്റ്സ് എ ഡിസ്കഷൻ. സംഭവം വളരെ സിമ്പിളാണെന്ന് മനസ്സിലാക്കുക. ഒരു സ്ഥാപനത്തിൽ ഒരു വേക്കൻസി വരുന്നു. അവിടേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മൾക്ക് പറ്റുന്ന ജോലിയാണെന്ന് ധരിച്ചിട്ട്. അവർ നോക്കിയപ്പം നമ്മൾ മാച്ചിങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആണെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ സംസാരിക്കാൻ വിളിക്കുകയാണ്. സോ നമുക്ക് വേണ്ടൊരു ജോലി, അവർക്ക് വേണ്ടതൊരു എംപ്ലോയി. ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ്. അവരുടെയും നമ്മളുടെയും ആവശ്യം ഒരുപോലെയാണ്. നമുക്ക് വേണ്ട ശമ്പളം ഇവിടെ കിട്ടുമോ, നമുക്ക് പറ്റുന്നൊരു ജോലിയാണെന്ന് നമുക്കും അറിയണം. അവരെ സംബന്ധിച്ച് അവർക്ക് പറ്റുന്നൊരു എംപ്ലോയി ആണെന്ന് നമ്മളെന്ന് അവർക്കും അറിയണം. സോ ഒരു ഡിസ്കഷനായിട്ട്, ഒരു കോൺവെർസേഷനായിട്ട് മാത്രം ഇൻ്റർവ്യൂവിനെ കാണുക. അതല്ലാതെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശരിയുത്തരം പറയുക എന്നൊരു പ്രോസസ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അറിയില്ലെങ്കിൽ അറിയില്ല, ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല, അത്രമാത്രം. നമ്മൾ എന്തെങ്കിലും പറയണം എന്നുള്ളൊരു നിർബന്ധം അവിടെ ഇല്ല. അത് മൈൻഡിൽ വെക്കുക. ആൻസേഴ്സ് കൊടുത്താലേ മാർക്ക് കിട്ടൂ, പാസ്സാവൂ എന്നൊന്നുമില്ല. സോ ദാറ്റ് ഈസ് നമ്പർ 1. ആൻഡ് നമ്പർ 2, എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവും. അതിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ നോളജ് അനുസരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബാക്കി നമ്മളെപ്പറ്റി ഒന്നറിയാനായിട്ടാണ്. സോ ചുരുക്കി പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. നമ്മളെ അറിയാനും ശ്രമിക്കുന്നുണ്ട്, നമ്മൾക്ക് എന്തൊക്കെ അറിയാം എന്നറിയാനും ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്കാണ്? നമ്മൾക്കാണ്, അവർക്കല്ല. സോ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നമുക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളത് നമുക്കറിയുന്ന രീതിയിൽ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2, നമ്മളെ അറിയാൻ ശ്രമിക്കുക. നമ്മളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, നമ്മുടെ ക്യാരക്ടർ എങ്ങനത്തെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് റൈറ്റായിട്ടൊരു ആറ്റിറ്റ്യൂഡാണോ, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ അസസ് ചെയ്യും. നമ്മളവിടെ ഒരു തരത്തിലും ഒരു ടെംപ്ലേറ്റ് ആൻസേഴ്സ് കൊടുക്കാതെ യാതൊരു തരത്തിൽ യാന്ത്രികമല്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് അവർക്ക് അസസ് ചെയ്യാൻ പറ്റും, നമുക്കത് കൃത്യമായിട്ട് കൺവേ ചെയ്യാനും പറ്റും. സോ അതിനെ പ്രോപ്പറായിട്ട് മാത്രം കാണുക. അവിടെ നമ്മൾ യാതൊരു തരത്തിലും ഫേക്ക് ആവേണ്ട ആവശ്യമേ ഇല്ല. സോ ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സിനെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി പറയാം. സോ നമ്പർ 1, ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാമിനേഷൻ, അതൊരു കോൺവെർസേഷനാണ്. ആൻഡ് നമ്പർ 2, എന്താണ് അവരറിയാൻ ശ്രമിക്കുന്നത്? നമ്മളെ അറിയാനും നമുക്ക് എന്തൊക്കെ അറിയാം എന്നറിയാനുമാണ് ശ്രമിക്കുന്നത്. അതിന് നമ്മളെക്കാൾ നന്നായിട്ട് പറയാൻ സാധിക്കുന്ന വേറെ ആരും തന്നെ ഇവിടെയില്ല. സിമ്പിൾ ആസ് ദാറ്റ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപകരിക്കപ്പെടും. ഈ തരത്തിൽ നിങ്ങളടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.